Yes, hearty welcome back to NM Classroom. നമ്മൾ വളരെ സക്സസ്ഫുൾ ആയി ഫസ്റ്റ് എലമെന്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു വലിയ നാഴികക്കല്ലാണ്, ഇതൊരു മൈൽ സ്റ്റോൺ ആണ്. കാരണം എന്താണെന്ന് അറിയോ? ഫസ്റ്റ് ഒരു എലമെന്റ് മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് കാണിക്കുന്നത് അറിയാനുള്ള നിങ്ങളൊരു ആവേശത്തിനാണ്. സോ ഐ കൺഗ്രാജുലേറ്റ് യു, ഐ ഹാറ്റ് ഓഫ് യു. ഒരു വല്ലാത്തൊരു സല്യൂട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. സെക്കൻഡ് എലമെന്റ് വളരെ കുഞ്ഞി 2 യൂണിറ്റുകൾ മാത്രമുള്ള എലമെന്റ് ആണ് സെക്കൻഡ് എലമെന്റ്. സോ അതിലെ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റ് വേറെ ഒന്നുമില്ലടാ. ഏതൊരു ഓർഗനൈസേഷൻ നമ്മളിപ്പോ ഫസ്റ്റ് എലമെന്റിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു കൂട്ടാ. ഓർമ്മയില്ലേ? മോറൽ, ഏത് നമ്മുടെ മോറൽ കണ്ണിച്ചോര അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് വരുന്നത്, ഇൻഷുർഡ് ലോസ്, അൺഇൻഷുർഡ് ലോസ് വരുന്നത്, then legal അല്ല, failure to meet legal standards will lead to enforcement action by authority, prosecution before court, fines and imprisonment. ഇതുള്ളാകെ responsibilities of employer and responsibilities of employee and rights of the employee also. പിന്നെ നമ്മൾ പറഞ്ഞു consequences, formal enforcement action, prosecution before court, fine, imprisonment. ഇത്രയാണ് ഇതിൽ പറഞ്ഞത് അല്ലെ. പിന്നെ പലരുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ പറഞ്ഞു അല്ലെ. ആരുടെ അടക്കം? ഡയറക്ടേഴ്സ്, മിഡിൽ മാനേജേഴ്സ്, എംപ്ലോയീസ്, ജോയിന്റ് ഓക്യുപ്പർ ഓഫ് പ്രൊമൈസ്, കോൺട്രാക്ടർ. ഒരു കോൺട്രാക്ടർ എങ്ങനെ സെലക്ട് ചെയ്യും, എങ്ങനെ മാനേജ് ചെയ്യും, ഇത്ര ഉള്ള ഫസ്റ്റ് എലമെന്റ്, റൈറ്റ്? സോ നമ്മൾ വളരെ സന്തോഷത്തിൽ സെക്കൻഡ് എലമെന്റിലേക്ക് കയറുകയാണ് കേട്ടോ. ആകെ 4 എലമെന്റ് ആണുള്ളത്. തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, ടെക്സ്റ്റ് ബുക്ക് വായിക്കണോട്ടാ. അവിടെ ടെക്സ്റ്റ് ബുക്ക് ശരിക്കും വായിക്കണോട്ടാ. ടെക്സ്റ്റ് ബുക്ക് വീണ്ടും ആവർത്തിച്ച് വായിക്കുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? അതിലുള്ള കോൺസെപ്റ്റ്, നമ്മൾ ആ വേർഡിങ്സും സാധനങ്ങളൊക്കെ നമ്മൾ ഉള്ളിലേക്ക് അങ്ങോട്ട് പതിയും. അത്ര മതി. കാണാപ്പാടം പഠിക്കന്നെ വേണ്ട, ബൈ ഹാർട്ട് ചെയ്യേണ്ട. നിങ്ങൾ ഒരു പോയിന്റ് പോലും ബൈ ഹാർട്ട് ചെയ്യണ്ട. ഞാൻ പറയണ മനസ്സിലാവണില്ലേ? അടിപൊളിയായിട്ട് മനസ്സിലാവണില്ലേ? അത്ര മതി. ബാക്കി നമ്മൾ സെറ്റാക്കും. അപ്പോൾ എലമെന്റ് 2 ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം, OHSMS. ഓക്കെ, ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഏതൊരു ഓർഗനൈസേഷനും ഉണ്ടാ നന്നായി പോണെങ്കിൽ, വെറുതെ തോന്നിയ മാതിരി പോണെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. നന്നായി പോണെങ്കിൽ നല്ലൊരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം വേണം, ഉറപ്പായിട്ടും വേണം. അതിന് ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിലോ അത് കുറെ കൂടെ നന്നാവും. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്. ഇപ്പൊ ISO എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ILO നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞു. ILO പ്രകാരമുള്ള റെസ്പോൺസ്. ILO ഒരു സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്, വൈഡ്ലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്. ഇതുപോലെ തന്നെ ISO സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. ഈ വക സ്റ്റാൻഡേർഡ്സുകൾ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോയാൽ ഓർഗനൈസേഷന്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം പക്ക അടിപൊളിയായിട്ട് റൺ ചെയ്യും. അത് അടിപൊളിയായിട്ട് റൺ ചെയ്ത് എന്താ സംഭവിക്കുക? ആക്സിഡന്റ് കുറയൂന്ന്. എപ്പോഴും നമ്മൾ സ്ഥിരന്തരമായി ആരോട് ചോദിക്കേണ്ട ചോദ്യം, ആക്സിഡന്റ് കുറയോ, ആക്സിഡന്റ് കൂടോ? ഇതാണ് സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഫസ്റ്റ് ചോദിക്കേണ്ട ചോദ്യം കേട്ടോ. ആക്സിഡന്റ് ഇല്ലാണ്ടാക്കി തരുമോ, അങ്ങനെ എന്തിനും റെഡി എന്ന് പറയുന്നൊരു ഫീലിലാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. അപ്പോ ഈ ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന് 2 സ്റ്റാൻഡേർഡുകളാണ് പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് ILO. എന്താണ് ILO? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തിന്റെ 2001 മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാൻഡേർഡ്. കാണാപ്പാടൊന്നും പഠിക്കേണ്ട, വെറുതെ നോക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാൻഡേർഡും, സേഫ്റ്റിക്ക് വേണ്ടി ISOന്റെ 45001 എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാൻഡേർഡും. ഈ കോഴ്സ് നമ്മുടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ISO ലീഡ് ഓഡിറ്റർ 45001. ഇത് 35,000 രൂപക്ക് നമുക്കിത് കിട്ടും, സർട്ടിഫിക്കറ്റ് അടക്കം. താല്പര്യമുള്ളവർ ഇതിൽ ജോയിൻ ചെയ്തോ, ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ISO 45001. ഈ 2 സ്റ്റാൻഡേർഡുകളാണ് ശരിക്കും ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യുന്നത്, ഇഫക്ട് ചെയ്യുന്നത്. ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷന്റെ ഒരുപാട് സേഫ്റ്റി സ്റ്റാൻഡേർഡുകൾ ഇംപ്രൂവ് ആവും. അപ്പോൾ ഇതിനു വേണ്ടി സാധാരണ യൂസ് ചെയ്യുന്ന മാനേജ്മെന്റ് സൈക്കിൾ, ഏതൊരു വിഷയത്തിന് യൂസ് ചെയ്യുന്ന മാനേജ്മെന്റ് സൈക്കിൾ ഉണ്ട്. അത് രണ്ടിനും യൂസ് ചെയ്യുന്ന മാനേജ്മെന്റ് സൈക്കിൾ എന്ന് പറയുന്നത് PDCA സൈക്കിൾ എന്ന് പറയുന്ന ഒരു സാധനം. നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെ? PDCA സൈക്കിൾ നോക്കുവിടെ, PDCA, then PDCA സൈക്കിൾ. ഇത് ഇങ്ങനെ കറങ്ങും. എന്താണ് PDCA സൈക്കിൾ? P for plan, D for do, C for check, A for act. ഇത്രേ ഉള്ളൂ PDCA സൈക്കിൾ എന്ന് പറയുന്നത്. പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്.
പ്ലാൻ. എന്തൊരു സംഗതി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനീഷ്യലി വി ഹാവ് ടു പ്ലാൻ ഓൾ അവർ സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് മാനേജ്മെന്റിൽ വരുന്ന സാധനമാണ്, പോളിസിയുമായൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ് പ്ലാനിങ്. പ്ലാൻ ചെയ്ത സാധനം എന്ത് ചെയ്യുന്നു, വി പുട്ട് ഇൻ ടു ഇഫക്റ്റ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ആക്ഷനായി. അപ്പൊ എന്ത് ചെയ്യുന്നു, അത് ഡു, നമ്മൾ ചെയ്യുന്നു. ചെയ്ത സാധനത്തിന് വി ഡു എന്ത് ചെയ്യുന്നു, ചെയ്തതിന് നമ്മൾ ചെക്ക് ചെയ്യുന്നു, ശരിയായിട്ടുണ്ടോ, എവിടെയാണ് പ്രശ്നം പറ്റിയിട്ടുള്ളത്, എന്തൊക്കെ ഷോർട്ട് കമ്മിങ്സ് ആണുള്ളത്, അങ്ങനെ ചെക്ക് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്ട് കമ്മിങ്സ് കിട്ടും. അതിനെ നമ്മൾ ആക്ട് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നു. ഈ ഒരു മാനേജ്മെന്റ് സൈക്കിളിൽ കൂടെ അല്ലാതെ നിങ്ങൾ ലോകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പോലും ഒരു കാര്യം ചെയ്യണില്ല. വിഷുവിനും ക്രിസ്മസിനും പെരുന്നാളിനും ഡ്രസ്സ് എടുക്കണമെന്ന് വിചാരിക്കുക, പ്ലാൻ ഉള്ളിൽ പ്ലാൻ ചെയ്തു, ഇത്ര റുപ്യ വേണോ, അല്ല 12,000 രൂപ വേണോ, അല്ല കുടുംബക്കാർക്ക് ഡ്രസ്സുകൾ ചെയ്തു, കഷ്ടം. ദെൻ അതിനുശേഷം ഡു, നിങ്ങളുടെ അവിടെയുള്ള മാളിൽ പോയിട്ട് എന്ത് ചെയ്തു, ഷോപ്പ് മാളിൽ പോയിട്ട് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു, ഡു. ദെൻ അടുത്തത് ശരിയായിട്ടാ, ചെക്ക്. എന്നിട്ട് ചിലതൊക്കെ പകലാണ്ടാകുമ്പോൾ ആക്ട്. ഇനി നിങ്ങൾ ഗൾഫിൽ ഇരുന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്, ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ നാട്ടിൽ വരുമ്പോൾ ഒരു ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രിപ്പ് പോകണം. പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പോയത് ഓർക്കടാ, നാളെ ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഭയങ്കര പ്ലാനൊക്കെ ചെയ്തിട്ട് ഹൊഗനക്കൽ ആടല്ലേ, ഹൊഗനക്കൽ പോവാന്ന് പറഞ്ഞു. കർണാടക അല്ലേ, കർണാടക അപ്പുറം, യെസ്, ഹൊഗനക്കൽ. അങ്ങനെ റിറ്റ്സ് റെന്റിന് എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു പെടപടച്ച് സ്റ്റോ, ഭയങ്കര പ്രതീക്ഷയിൽ പോയ ട്രിപ്പായിരുന്നു. നല്ല ചൂട്ടത്ത്, നല്ല വേനൽ ടൈമിലാണ് പോണത്. നമ്മ ഈ ഹൊഗനക്കൽ പോണതേ നമ്മളെ മറ്റേ കരിമിഴി കുരുവിയെ കണ്ടില്ല ആ പാട്ട്, അതൊക്കെ കേട്ടിട്ടാണ്. മീശമാധവല്ല കൊട്ടവഞ്ചിയിലൊക്കെ പോണ കണ്ടിട്ടാണ്. അതിൽ പോവാലോ എന്ന് വെച്ചിട്ടാ പോയെ. നമ്മളെ കൂട്ടത്തിൽ ഒരുത്തനുണ്ടായിരുന്നു, അവൻ ഇതിന്റെ റിവ്യൂ ഒക്കെ നോക്കി, ടൂറിസ്റ്റ് ഇതിലേക്ക് റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഓയിൽ മസാജിന്റെ ഒക്കെ സ്പായൊക്കെ കാണും. അപ്പം പറഞ്ഞു, അളിയോ ഓയിൽ മസാജ് കിട്ടും, പൊളിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഭയങ്കര ആവേശത്തിൽ ഹൊഗനക്കലെത്തിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലമല്ല, ആകെ അലമ്പ് ഡംട്ടി മരി കിടക്കുന്ന സ്ഥലം. അപ്പോൾ കുറേ ഡേട്ടി, കുറേ എന്താ പറയുക, സ്റ്റൂൾസൊക്കെ ആൾക്കാരങ്ങനെയൊക്കെ വളരെ പബ്ലിക്കായിട്ടൊക്കെ വിളിക്കിയിരിക്കുന്നു. ആകെ വിഷമായി. നേരെ താഴേക്കിറങ്ങി പോയി നല്ല വെയിലത്ത് കൊട്ടവഞ്ചി കയറ്റിയിട്ട് ആക്ക വയർത്ത് കുളിച്ച് പ്രാന്ത് പിടിച്ച് അങ്ങനെ നോക്കുമ്പോൾ ഫിഷ് ഫ്രൈ ലൈവ് എന്നൊക്കെ ആയിരുന്നു ടൂറിസ്റ്റ് ഇതിൽ കണ്ട്. നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫിഷിനെ പിടിക്കും, എന്നിട്ട് ഇവന്മാരുണ്ടല്ലോ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫിഷിന്റെ ചതമ്പലൊക്കെ കളഞ്ഞിട്ട് അവിടെ തന്നെ പൊരിക്കണേ. നമുക്ക് തിന്നാൻ പോയിട്ട് നോക്കാൻ പോലും ഛർദ്ദിക്കാൻ വരും. അങ്ങനെ ലാസ്റ്റത്തെ പ്രതീക്ഷയായിരുന്നു എന്ത്, സ്പാ, ഓയിൽ സ്പാ. അപ്പൊ ഇങ്ങനെ നടന്നു പോകുമ്പോണ്ട് ഇപ്പൊ നമ്മളെ നല്ല തടി തന്നെ, അവനെ വിളിച്ചിട്ട് ഒരു ജാതി കറക്കൂട്ടി ഒരു മഞ്ചൻ, അടാ അണ്ണാ ഇങ്ങ പാറ് ഓയിൽ മസാജ് വേണമാ എന്ന് പറഞ്ഞിട്ട് കടുകണ്ണിട്ടിട്ട് ആനനെ കിടത്തിട്ട് മാറ്റിട്ട് ഒഴിയണുണ്ടിട്ടാ. അപ്പൊ അതും കൂടെ കണ്ടോടി പൊന്നാര ചങ്ങായി. ഹൊഗനക്കലിൽ നിന്ന് കിട്ടാ സ്പീഡിൽ വണ്ടി വിട്ടു. 1.5 മണിക്കൂർ ഹൊഗനക്കലിൽ ചെലവഴിച്ചോളൂ. ട്രിപ്പ് പ്ലാൻ ചെയ്ത് 1 കൊല്ലം മുമ്പ്. പ്ലാൻ, ഡു, റിച്ച് എടുത്ത് പോയിട്ട് അത് 5 എണ്ണം, ചെക്ക് ചെയ്തോടുകൂടി തീർന്ന്. പിന്നെ അടുത്ത കൊല്ലം കയറിയിട്ട് മൈസൂർ കൂട്ടിയൊരു പെടപടച്ച് ആക്ട്. ഇത് നമ്മുടെ ജീവിതത്തിലുള്ള സാധനമാണ്, പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. ഈ പ്ലാൻ, ഡു, ചെക്ക് ആക്ടിലാണെടാ നമ്മൾ എന്ത് ചെയ്യണേ, ഈ പറഞ്ഞ 2 സ്റ്റാൻഡേർഡിനെയും കൊണ്ടുപോകണത്. ILO 2001 ആയാലും ISO 45001 ആയാലും നമ്മൾ കൊണ്ടുപോകുന്നത് ഈ പ്ലാൻ, ഡു, ചെക്ക് ആക്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം എന്താണെന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് ILO നോക്കാം. ILO, ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ILO ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് 2001 മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ എലമെന്റ്സ്, കീ എലമെന്റ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് ഇതിനെ പറയാ. എന്താ പറയാ, കീ എലമെന്റ്സ്. ഇന്റർനാഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട എലമെന്റുകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ബോഷ് ടെക്സ്റ്റ് ബുക്കിൽ ഇനി പഠിക്കാൻ പോകുന്ന പാഠത്തിന്റെ പ്രധാനപ്പെട്ട എലമെന്റുകൾ പഠിക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാൻ പോണ സാധനമാണ് കേട്ടോ. ഒന്നാമത്തെ സാധനമാണ് എന്ത്, പോളിസി. ഞാൻ വിശദീകരിക്കാം. രണ്ടാമത്തെ സാധനമാണ് എന്ത്, ഓർഗനൈസിങ്. മൂന്നാമത്തെ സാധനമാണ് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. നാലാമത്തെ സാധനമാണ് ഇവാലുവേഷൻ. അഞ്ചാമത്തെ സാധനമാണ് ആക്ഷൻ ഫോർ ഇംപ്രൂവ്മെന്റ്. ആക്ഷൻ ഫോർ ഇംപ്രൂവ്മെന്റ്. അടുത്തൊരു സാധനമാണ് ഓഡിറ്റിംഗ്. ഇതിനെ മൊത്തത്തിൽ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കും.
ഇനി ഇവിടെ നോക്കുക, ഒന്നാമത്തത് എന്താണ്? പോളിസി. ഏതൊരു ഓർഗനൈസേഷന്റെ ബ്ലൂ പ്രിന്റ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് എന്താണ്? അത് പോളിസിയാണ്. പോളിസി എന്ന് പറഞ്ഞപ്പോൾ എന്താണ് സാധനം? പോളിസി ഈസ് എ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ്, ഗോൾസ്, ടാർഗറ്റ്സ്, ക്വാളിറ്റി. ഓർഗനൈസേഷന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട A to Z എക്സ്പ്ലെയിൻ ചെയ്യുന്ന റിട്ടൺ ഡോക്യുമെന്റ് ആണ് എന്ത്? പോളിസി. ഗൂഗിളിൽ അടിച്ചു കൊടുത്ത് ഒരുപാട് കമ്പനിയുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി കാണാൻ പറ്റും. പോളിസി ഉണ്ടാക്കുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആണ്, സൈൻ ചെയ്യുന്ന ഏറ്റവും സീനിയർ മാനേജ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് PDCA സൈക്കിളിലെ ഏത് സ്റ്റേജ് ആയിരിക്കും എന്ന് നിങ്ങൾ ഇപ്പൊ പറയണം. അത് പ്ലാനിങ് സ്റ്റേജ് ആണോ, ഡൂയിങ് സ്റ്റേജ് ആണോ, ചെക്കിംഗ് സ്റ്റേജ് ആണോ, ആക്ടിങ് സ്റ്റേജ് ആണോ? ഉറപ്പായിട്ടും പോളിസി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലാനിങ് സ്റ്റേജ്. പ്ലാൻ ചെയ്യാം, എല്ലാം പ്ലാൻ ചെയ്യും. റിസ്ക് അസസ്മെന്റ് പ്ലാൻ ചെയ്യുന്നു, ലീഗൽ ഫോർമാലിറ്റീസ് എങ്ങനെ മീറ്റ് ചെയ്യുന്നു പ്ലാൻ ചെയ്യുന്നു, റിസോഴ്സ് എന്തോരം വേണമെന്ന് പ്ലാൻ ചെയ്യുന്നു, അങ്ങനെ ഡോക്യുമെന്റ് ചെയ്യുന്നു. റൈറ്റ്? പോളിസി ഈസ് എ പ്ലാനിങ് സ്റ്റേജ്. ഓർഗനൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളിസിയുടെ അകത്ത് നമ്മൾ ഇതിൽ ആരൊക്കെ വരും എന്ന് നോക്കും. MD വരും, സീനിയർ മാനേജേഴ്സ് വരും, മിഡിൽ മാനേജേഴ്സ് വരും, സേഫ്റ്റി സ്പെഷ്യലിസ്റ്റുകൾ വരും, വർക്കേഴ്സ് വരും, ലാൻഡ്മാൻസ് വരും, ലൈൻ മാനേജേഴ്സ് വരും, ഫോർമാൻസ്, എല്ലാവരും വരും. അവരുടെ ഓരോരുത്തരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മെൻഷൻ ചെയ്യും എന്തിൽ? പോളിസി ഡോക്യുമെന്റിൽ. അപ്പോൾ ഓർഗനൈസിങ്ങും യഥാർത്ഥത്തിൽ ഏതാണ്? അക്കോർഡിംഗ് ടു PDCA സൈക്കിളിൽ ഏതാണ്? അതും ഒരു പ്ലാനിങ് സ്റ്റേജ് ആണ്. സോ വാട്ട് ഈസ് മീൻ ബൈ ഓർഗനൈസിങ്? ഓർഗനൈസിംഗ് എന്ന് വെച്ചാൽ ഡിസൈൻ ആൻഡ് അസൈൻ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു ഓൾ ലെവൽ ഓഫ് മാനേജ്മെന്റ്. അതാണ് എന്ത്? ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓർഗനൈസിംഗ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. വി മേക്ക് ദ ഡീറ്റെയിൽഡ് അറേഞ്ച്മെന്റ് ടു ഇംപ്ലിമെന്റ്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. ഇംപ്ലിമെന്റ് ചെയ്യുക, റിസ്ക് അസസ്മെന്റിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, സൂപ്പർവിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ട്രെയിനിങ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, പെർമിറ്റ് ടു വർക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഈ പേരൊന്നും ഇപ്പൊ നിങ്ങൾക്ക് പിടുത്തം കിട്ടൂല, വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് സ്റ്റെപ്പ്? PDCA സൈക്കിളിൽ പ്ലാൻ ആണോ, ഡൂ ആണോ, ചെക്ക് ആണോ, ആക്ട് ആണോ? നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട് അതെന്താണ്? പ്ലാൻ അല്ല, അതെന്താണ്? ഡൂ ആണ് ട്ടാ. അത് ഡൂ ആണെന്ന് നമ്മൾ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്ത സാധനത്തിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. എവിടെയാണ് റോങ് സംഭവിച്ചതെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ചെക്ക് അല്ലേ? ചെക്കിംഗ് അല്ലേ ഇവാലുവേഷൻ? മാർക്കിംഗ് അല്ലേ? അപ്പൊ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ്? PDCA ചെക്കിംഗ് സ്റ്റേജ് ആണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ പറയാൻ പറ്റുന്നു കേട്ടോ PDCA വെച്ചിട്ട്. 10 മാർക്കിന് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതാണ് ചെക്കിംഗ് ആണ്. ഓക്കെ, ചെക്കിംഗ് സ്റ്റേജ് ആണ്. ദെൻ അടുത്ത സ്റ്റെപ്പ് ആണ് എന്ത്? ഇവാലുവേറ്റ് ചെയ്ത സാധനത്തിന് ആക്ഷൻ ഫോർ ഇംപ്രൂവ്മെന്റ്. ഒരു ഇംപ്രൂവ്മെന്റ് ആക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ശ്രമിക്കുന്നു. അപ്പൊ അവിടെ ഷോർട്ട് കമ്മിനെ ക്ലിയർ ചെയ്യണില്ലേ? ആ ക്ലിയർ ചെയ്യണ എന്താണ്? PDCA പ്ലാൻ, ഡു, ചെക്ക്. ചെക്കും അല്ല, ആക്ട് ആണ്. ആക്ട് ഔട്ട് ചെയ്യാണ്. അതിനെ ആക്ട് ഔട്ട് ചെയ്യാണ്. റൈറ്റ്? ഇനി ലാസ്റ്റ് വൺ ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ്, അസസ്മെന്റ് ആണ്. അതൊരു കംപ്ലീറ്റ് തറവ് ചെക്കപ്പാണ്, എക്സാമിനേഷൻ ആണ്. അപ്പൊ അതെന്താണ്? PDCA സൈക്കിളിൽ ഉറപ്പായിട്ടും ചെക്കാണ്. മനസ്സിലായില്ലേ? കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു റിവ്യൂവുമായി ബന്ധപ്പെട്ട് കിടക്കണം. ടോട്ടൽ സാധനത്തിനെ റിവ്യൂ ചെയ്യുന്നു. അപ്പൊ ചുരുക്കത്തിൽ ഈ പറഞ്ഞ ഈ സാധനം ഒന്ന് നോക്കി വെച്ചോട്ടാ. ഈ സാധനമാണ് ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഫുള്ളും കഴിഞ്ഞു. ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞു. ഈ സാധനമാണ് ടെക്സ്റ്റ് ബുക്ക്. ഈ സാധനവും ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പോളിസി, ഓർഗനൈസേഷൻ ഉറപ്പായിട്ടും. ഇപ്പൊ നമ്മൾ അടിപൊളി സേഫ്റ്റി ഓഫീസറുടെ ഭയങ്കര ഫയറിൽ വന്നില്ലടാ. ആ ഫയറിൽ വന്ന വഴിക്ക് നമ്മൾ നേരെ ചെന്നിട്ട് ചോദിക്കും, what is the policy? I just wanna show me the policy, I want to just look on it എന്നൊക്കെ നിങ്ങൾക്ക് പറയാം ധൈര്യമായിട്ട്. കാരണം ഒരു കമ്പനിക്ക് ഉറപ്പായിട്ടും എന്താവശ്യമാണ്? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി ആവശ്യമാണ്. അപ്പൊ ആ പോളിസിയൊക്കെ മറിച്ച് നോക്കുക. ഒന്നും മനസ്സിലായാലും വെറുതെ മറിച്ച് നോക്കുക. അതൊക്കെ ഒരു ഷോ ആണ്. അതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ആണെടാ. നമ്മൾ എന്താണ് എന്ന് നമ്മളെ കാണിക്കുന്നത് നമ്മളെ കോൺഫിഡൻസ്. ഒരുത്തരം എന്നോട് ചോദിച്ചേ കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ ഞാനിങ്ങനെ എനിക്ക് ഇലക്ട്രിക്കലാണ് എക്സ്പീരിയൻസ്, അല്ല എനിക്ക് മെക്കാനിക്കലാണ് എക്സ്പീരിയൻസ്, സേഫ്റ്റിയിൽ എക്സ്പീരിയൻസ് അത്രയ്ക്ക് ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഇങ്ങനെ ബോഷ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയായി? 2 വർഷം. ഓക്കെ, നിനക്ക് എത്ര വർഷമായി ഇലക്ട്രിക്കൽ ഇതിൽ മെക്കാനിക്കൽ വർക്കിന്? 3 വർഷം. എടാ നീ ആ 3 വർഷത്തെ മെക്കാനിക്കൽ എക്സ്പീരിയൻസ് എടുത്ത് സേഫ്റ്റിക്ക് കൺവെർട്ട് ചെയ്യണം. അയ്യോ അപ്പോൾ സാർ എന്നോട് സേഫ്റ്റിയിലെ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വെച്ചലക്കണം. എന്താ കിട്ടണമെന്ന് വെച്ചാൽ അലക്കണം. സേഫ്റ്റി ഓഫീസർ 2-3 വർഷം എക്സ്പീരിയൻസ് ഉള്ള സേഫ്റ്റി ഓഫീസറോട് സംസാരിക്കുക. പക്ഷെ എന്നാലും ചോദിക്കുമ്പോൾ കിട്ടില്ലെങ്കിൽ ആ ഇന്റർവ്യൂ പോകും. അല്ലാടാ അയാളുടെ മോളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇന്റർവ്യൂവിന് പോണേ. കല്യാണം ഒന്നുമല്ല മുടങ്ങണ്. എടാ ശരിയായില്ലെങ്കിൽ ചിലപ്പിട്ട് നാറ്റിക്കും. ഇറങ്ങി പോരണം. താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്ത് തട്ടണം. അതൊരു പവറാണ്, ഒരു കോൺഫിഡൻസ് ആണ്. അടുത്ത സ്ഥലത്തിലും നമുക്ക് അടുത്ത എക്സ്പീരിയൻസ് കിട്ടി.
ഇവരാരും നമ്മളെ ബാൻ ചെയ്യാനൊന്നും പോകണില്ലല്ല. നമ്മളെ കോൺഫിഡൻസിൽ അങ്ങോട്ട് ചെല്ലുക. നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട ഒരു സാധനം പിള്ളേരുകളാ നമുക്ക് ഉണ്ടാവേണ്ട ഒരു കോൺഫിഡൻസ് മാത്രടാ. നമുക്ക് എവിടെ ചെന്നിട്ട് ചങ്കൂറ്റത്തോടെ നേരെ കയറി ചെന്ന് ചോദിക്കാനും ഷെയ്ക്കാനും കൊടുക്കുമ്പോൾ ഷെയ്ക്കാനും കൊടുക്കുമ്പോൾ അറിയണോടാ, ആ ഫീൽ ഉണ്ടാവണം. മനസ്സിലായി? ഒരു ട്രാൻസ്ഫർ, ഒരു എനർജി അങ്ങോട്ട് ഫുൾ പവർഫുൾ ഓൺലൈൻ ട്രാൻസ്ഫർ ആവണം. സോ ദാറ്റ് പോളിസി ഓർഗനൈസിങ്, പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ, ആക്ഷൻ ഫോർ ഇംപ്രൂവ്മെന്റ്, ഓഡിറ്റിംഗ്, കണ്ടിന്യൂ ഇംപ്രൂവ്മെന്റ്. ഈ സാധനം PDCA സൈക്കിളിൽ ഫ്രെയിംഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് കഴിഞ്ഞു? ILO ISS 2001 മാനേജ്മെന്റ് സിസ്റ്റം. ഇതാണ് നമ്മുടെ IG1 ടെക്സ്റ്റ് ബുക്ക്. ഇന്റർനാഷണൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോയിന്റുകൾ പഠിക്കലാണ്. ഏതൊരു ഓർഗനൈസേഷനും പോളിസി ഉണ്ടാകണം. ഇനി നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് പോളിസി, അതിനകത്ത് വരുന്ന കണ്ടന്റ്സ് എന്താണെന്നാണ് അടുത്ത യൂണിറ്റിൽ നമ്മൾ പറയാൻ പോണേ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ 2 സ്റ്റാൻഡേർഡാണ് ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞത്. ഒന്ന് ILO ISS 2001, രണ്ടാമത്തെ എന്തായിരുന്നു? ഓർമ്മണ്ട. രണ്ടാമത്തത് ILOന്റെ L മാറ്റിയാൽ മതി, ISO 45001. ISO 45001 എന്ന് പറഞ്ഞാലും ഒരു ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ISO 45001 എന്ന് പറയുന്നത് ISO 9001 ക്വാളിറ്റി എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ആണ്. ISO 14001 14001 എന്ന് പറഞ്ഞ എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ് ആണ്. ഇത് രണ്ടും കൂടെ കൂടി ചേർന്നാൽ കോമ്പാറ്റബിൾ ആവും എന്തിന്? ISO 45001. അപ്പൊ നമ്മൾ എടുക്കേണ്ട ISO 45001 ആണ് മെയിൻ ആയിട്ട്. ഓക്കെ, അപ്പൊ ISO 45001 കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരക്കാം നമുക്ക് അല്ലേ. ഇങ്ങനെ വരക്കാം: കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് വർക്കർ പാർട്ടിസിപ്പേഷൻ, ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ആൻഡ് വർക്കർ പാർട്ടിസിപ്പേഷൻ. ഇതില്ലാണ്ട് ഒരു തേങ്ങ നടക്കൂല. മാനേജ്മെന്റിന് കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. എന്തിന്? ISO കൊണ്ടുവരണം, സ്റ്റാൻഡേർഡ്സ് ആക്കണം, അടിപൊളിയാക്കണം, പെർഫെക്റ്റ് ആക്കണം. ഈ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചോളണം ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചാലാണ് കമ്പനി വളരെ ഉള്ളൂ സേഫ്റ്റിയിൽ. അതിന്റെ ബെനിഫിറ്റ് ഞാൻ പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ ISO ഓർഗനൈസേഷൻ മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റും വർക്കർ ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ, അവരും കൂടെ സഹകരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ISOയിലേക്ക് പോവാം. ISOയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പ്ലാനിങ്. രണ്ടാമത്തെ സ്റ്റെപ്പ് സപ്പോർട്ട് ആൻഡ് ഓപ്പറേഷൻ. ഇതൊന്നും കാണാ പടം പഠിക്കണ്ടട്ടാ, ജസ്റ്റ് എഴുതണമെന്നുള്ളൂ. ഞാൻ ഇതൊന്നും പഠിക്കണ്ടേ. സപ്പോർട്ട് ആൻഡ് ഓപ്പറേഷൻ. മൂന്നാമത്തത് പെർഫോമൻസ് ഇവാലുവേഷൻ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കോൾഡ് മോണിറ്ററിങ്. കാണുന്നില്ല നിങ്ങൾക്ക്? മോണിറ്ററിങ് ജസ്റ്റ് എഴുതുന്നുള്ളൂ. ഓക്കെ, നോക്കാം. പ്ലാനിങ് എന്നുള്ളത് PDCA സൈക്കിളിൽ എന്തായിട്ട് വരും? പ്ലാനിങ് സ്റ്റേജ് ആണ്. പ്ലാൻ ആയിട്ട് വരും. സപ്പോർട്ട് ആൻഡ് ഓപ്പറേഷൻ, ഓപ്പറേറ്റ് ചെയ്യുന്നു. എന്താണ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ? ഡെഫിനറ്റ്ലി ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഡൂയിങ് സ്റ്റേജ് ആണ് അല്ലേ. പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അഗെയിൻ അതെന്താണ്? ചെക്കിംഗ് സ്റ്റേജ് ആണ്, റൈറ്റ്. മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ എൻഷുർ ദ ഇഫക്റ്റീവ്നെസ് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ അല്ലേ, ആക്ടിങ് സ്റ്റേജ്. ദാറ്റ്സ് ഓൾ. അപ്പൊ PDCA സൈക്കിൾ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞത്. അപ്പൊ ചുരുക്കത്തിൽ ഇത്ര ഞാൻ പറഞ്ഞുള്ളൂ. ഈ യൂണിറ്റ് കഴിയാണ്. ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന് അവിടെ ശ്രദ്ധിക്കട്ടാ, പോവരുതിട്ടാ, കയ്യിൽ നിന്ന് പോവരുതിട്ടാ, ഉണ്ടാവണോട്ടാ. നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന് വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള 2 സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറയും. ഒന്ന് ILOയും മറ്റൊന്ന് ISOയുമാണ്. ILOയിലെ പോയിന്റ് നമ്മൾ പറഞ്ഞു, അതെപ്പോഴും തലയിൽ ഉണ്ടാവണം. പോളിസി, ഓർഗനൈസിങ്, പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ, ആക്ഷൻ ഫോർ ഇംപ്രൂവ്മെന്റ്, ഓഡിറ്റിംഗ്, കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ്. ക്ലിയർ ആയോ? ഇനി ഇത് ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെമ്പർഷിപ്പ് അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണ്? ഒരിക്കലുണ്ടല്ലടാ 15-20 മാർക്കിന് അങ്ങോട്ട് ചോദിച്ചു ടെക്സ്റ്റിലാകെ 3 വരിയുള്ളൂ. ഒന്നുമില്ല, ഗൂഗിൾ തപ്പ പെടക്ക, അത്രേ ഉള്ളൂ. ബെനിഫിറ്റ്സ് ടു ഓർഗനൈസേഷൻ. ISO ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണ്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ILO ഒരു സ്റ്റാൻഡേർഡ് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണ്? ഒന്നാലോചിച്ച് പറഞ്ഞു നോക്കിയേ. ഒരു കമ്പനിക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു സാധനം കുറയും. എന്ത് കുറയും? ആക്സിഡൻസ് കുറയും. റെഡ്യൂസ് ദ ആക്സിഡൻസ്
ആക്സിഡന്റ് മാത്രമാണോ കുറയാ? അല്ലടാ, ആബ്സെന്റീസവും സ്റ്റാഫുകളുടെ കൊഴിഞ്ഞുപോക്കും സിക്നെസ്സും അതുപോലെ കംപ്ലൈൻസും എല്ലാം കുറയും. എന്തൊക്കെ കൂടും? സേഫ്റ്റി വർക്കിംഗ് കൾച്ചർ. സേഫ്റ്റി കൾച്ചർക്ക് ഇനി വരാൻ പോകുന്നുണ്ട് അടുത്ത എലമെന്റിൽ. സേഫ്റ്റി കൾച്ചർ കൂടും, സേഫ്റ്റി പെർഫോമൻസ് കൂടും, ആക്സിഡൻസ് കുറയും, സേഫ്റ്റി പെർഫോമൻസ് കൂടും, കമ്പനിയുടെ ഗുഡ് വിൽ ആൻഡ് റെപ്യൂട്ടേഷൻ കൂടും, വർക്കേഴ്സിന്റെ സ്റ്റാഫ് മൊറയിൽ കൂടും. കാരണം വർക്കേഴ്സിനെ നോക്കുമ്പോൾ ഭയങ്കരട്ടാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കമ്പനിയുടെ പെടപ്പൻ. അപ്പൊ നമ്മൾ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഫീല് വരും അല്ലെ? അവരുടെ സ്റ്റാഫ് മൊറയിൽ കൂടും. ഇതുവഴി കൂടുതൽ ക്ലൈന്റ് അട്രാക്ട് ചെയ്യും. അതുവഴി ബിസിനസ്സും കൂടും. സർട്ടിഫിക്കേഷൻ എടുക്കാൻ പൈസ വേണം, പക്ഷെ അതുവഴി എന്താ കൂടണത്? അൾട്ടിമേറ്റ്ലി ബിസിനസ് ആണ് കൂടണത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളും കൂടി ഇതിനുണ്ട് എന്ന് മാത്രം പറയാണ്. ഓക്കെ, സോ ദാറ്റ് ഫസ്റ്റ് യൂണിറ്റ്, എന്തിന്റെ ഫസ്റ്റ് യൂണിറ്റ്? സെക്കൻഡ് എലമെന്റിന്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. രണ്ടെണ്ണമാണ്, ILO/ISS 2001 ISO 45001. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? PDCA സൈക്കിൾ മാനേജ്മെന്റ് സൈക്കിളിന്, പ്ലാൻ ഡു ചെക്ക് ആക്ട് എന്ന് പറഞ്ഞ മാനേജ്മെന്റ് സൈക്കിളിന്. അത് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറയും. ഇത്ര പറഞ്ഞിട്ടുള്ളോ? ഓക്കെ, സോ ദ ഫസ്റ്റ് യൂണിറ്റ് ഈസ് ഓവർ. അപ്പൊ അടുത്ത യൂണിറ്റിൽ നമ്മൾ വീണ്ടും കാണും ദ സെക്കൻഡ് യൂണിറ്റ്. ആകെ 2 യൂണിറ്റ് ഉള്ളോ. എലമെന്റ് 1 കഴിഞ്ഞു, എലമെന്റ് 2 കഴിയാൻ പോണ്. എലമെന്റ് 2 രണ്ടാമത്തെ യൂണിറ്റ്. റെഡി അല്ല? ചാടി നിൽക്കണോട്ടാ, മരിച്ചോടുത്ത് നിൽക്കണ മാതിരി അല്ലട്ടാ, ഫുൾ പവർഫുൾ ഓൺ ആണ് ട്ടാ. ഓക്കെ, സോ വിൽ സി ഓൺ ദ നെക്സ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്. ഓക്കെ, ടിൽ ദെൻ താങ്ക് യു സോ മച്ച്.